ഹായ് ഓൾ. ഇന്ന് ഞാൻ ഒരു പാത്തോളജി ടെസ്റ്റ് ആൻഡ് ഡിസ്കഷന്റെ വീഡിയോ ആണ്. ഇന്നലെയും ഇന്നും കൂടിയാണ് അവർ പഠിക്കാൻ ടൈം തന്നെ. ഞാൻ ഇന്നലെ ഫുൾ കൊച്ചി കറങ്ങി ടൈം വേസ്റ്റ് ചെയ്തു. പിന്നെ മെനിഞ്ഞാന്ന് ഞാൻ കുറച്ച് പാത്തോളജി നോക്കിയിരുന്നു. ഇപ്പൊ മെനിഞ്ഞാന്നും ഇന്നുമായിട്ട് മാക്സിമം എത്ര പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി 11 മണിയാണ്. മാക്സിമം ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ ഉറങ്ങും. ഇനി ബാക്കിയുള്ള 13 മണിക്കൂറിൽ കൂടുതൽ വന്നാൽ ഒരു 10 മണിക്കൂർ പഠിക്കാൻ പറ്റുമായിരിക്കും. ബട്ട് എനിക്കിത് മാക്സിമം ട്രൈ ചെയ്തേ പറ്റൂ. ഞാൻ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് 19 സബ്ജക്ട്സ് ആണ്, 19 ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻസ് ഉണ്ടാവും. ഓരോ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാനുള്ള ടൈം ഇല്ല. ബിക്കോസ് അത്രയും കോമ്പാക്റ്റഡ് ആണ് ഈ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷന്റെ ഷെഡ്യൂളും. പിന്നെ 2 മാസമേ ഉള്ളൂ ആക്ച്വലി എക്സാം എനിക്ക് പ്രോപ്പർലി 2 മാസമേ ഉള്ളൂ. ഇപ്പം ഇന്ന് സെപ്റ്റംബർ 9, നവംബർ 10 എക്സാം ആണ്. ഞാൻ ഓൾറെഡി 4 സബ്ജക്ട്സ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിൽ തീർത്തു. ഇനി 15 ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം. ഞാനൊരു ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. YPT എന്ന് പറയുന്ന ആപ്പാണ്. ഇത് ഒരു സ്റ്റഡി ഹെൽപ്പാണ്. കുറെ പേർക്ക് ഇപ്പോൾ ഓൾറെഡി അറിയായിരിക്കും. ഇതൊരു വെർച്വൽ ലൈബ്രറി ആണ്. സോ ഇതാണ് ആപ്പ് വരുന്നുണ്ട്. ഈ ആപ്പിൽ പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഈ ആപ്സിന് എൻറോൾ ചെയ്ത എൻ്റെ ഗ്രൂപ്പ്സ് ആണ്. ഈ ഗ്രൂപ്പിൽ ഓരോ ആൾക്കാരുണ്ട്. ഓരോ ആൾക്കാരും എത്ര ടൈം പഠിക്കുന്നുണ്ടെന്ന് കാണാം. ഇത് ലൈവായിട്ട്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ പഠിക്കുന്നില്ല, പക്ഷെ ഓൾറെഡി 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞു. ഫാത്തിമ, അമ്മു ഇവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ പഠിക്കുന്നു എന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇതും ചുമ്മാ ഒരു ഫോണിലൊരു ആപ്പായിട്ട് കിടക്കും. സോ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ടൈമർ ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കി ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത്, ഇതൊരു ടൈപ്പ് ഓഫ് വെർച്വൽ ലൈബ്രറി. നമുക്ക് ലൈബ്രറിയിൽ വേറെ ആൾക്കാർ പഠിക്കുന്ന കണ്ടാൽ പഠിക്കാൻ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അതേ ഒരു ടൈപ്പിൽ ഇത്രയും ആൾക്കാർ. അപ്പോൾ പിന്നെ ഇത് യൂഷ്വലി നിങ്ങൾ ചുമ്മാ കയറി കഴിഞ്ഞാൽ ഒരുപാട് അറിയാത്ത ആൾക്കാർ പഠിക്കുന്നതൊക്കെ കാണും. ചിലവരൊക്കെ 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എല്ലാം തോന്നും. അതൊക്കെ പേടിപ്പിക്കും. സോ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അറിയുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഫാത്തിമ എന്തായാലും പഠിക്കുന്നു. അമ്മുനെയൊക്കെ എനിക്ക് പേഴ്സണലി നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പം ഇതൊരു YPT സ്റ്റഡി ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാത്തോളജിയിൽ ഓൾറെഡി 71 മോഡ്യൂൾസ് ഉണ്ട്. 16 ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇന്നൊരു 20 കൂടി ചെയ്ത് കഴിഞ്ഞാൽ 20 മാക്സിമം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ചെയ്തേ പറ്റൂ. പാത്തോളജിയിലെ ക്വസ്റ്റ്യൻ മാത്സ് നമ്മൾ ഫുള്ളായിട്ട് ഈ എക്സാമിന് ചെയ്യണമെന്നാണ് പറയുക. എനിക്കറിയില്ല ഞാൻ എപ്പോഴാണ് ഇതിൻ്റെ ടൈമൊക്കെ കണ്ടുപിടിക്കാമെന്ന്. ബട്ട് ഐ ഹാവ് ടു ഡു. ഞാൻ എൻ്റെ മാക്സിമം ഇന്നും നാളെ രാവിലെ ആയിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസത്തിൽ ഞാൻ എങ്ങനെയും ഒപ്പിക്കും. പാത്തോളജി, ഫാർമക്കോളജി ഒക്കെ നമ്മുടെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ എക്സാം താൻ ഈസി ആയിട്ട് കയ്യിൽ പോരുന്നാണ് പറയുന്നത്. ഞാൻ വലിയ കാര്യത്തിൽ പഠിക്കാൻ ഈ പ്രാവശ്യം പറ്റാത്തതുകൊണ്ട് ഞാൻ പാത്തോളജീൻ്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിൽ വലിയ റാങ്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ലെറ്റ് സി. ഇപ്പം ഒരു ഏകദേശം 2.5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞു. നല്ല സാച്ചുറേറ്റഡ് ആയി. എനിക്കിപ്പം MCQs ചെയ്യുമ്പോൾ സാച്ചുറേറ്റഡ് ആയി എന്ന് മനസ്സിലാകുന്നത് വയ്യ എന്ന് തോന്നുമ്പോഴല്ല. ആൻസേഴ്സ്, എനിക്കറിയുന്ന ആൻസേഴ്സ് തന്നെ തെറ്റാൻ തുടങ്ങും. അതായത് എനിക്ക് മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ MCQs ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. സോ ഒരു പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാവുന്നതാണ്. ഈ 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഏകദേശം 7 മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്ത് ടോട്ടൽ ഓഫ് ഏകദേശം ഒരു 200 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് ചെയ്തു. ഇറ്റ്സ് ഗുഡ്. 2.5 മണിക്കൂറിൽ 200 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് കാണാം. ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഈ 9 GI സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ്. ഈസിയാണ്, വേഗം ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. സാച്ചുറേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇന്നാണ് ടെസ്റ്റ് ഡേ. ഇന്നലെ മൊത്തം നമ്മൾ MCQs ചെയ്തു. സോ ഞാൻ ഇന്നലെ ഏകദേശം 24 മോഡ്യൂൾസ് ചെയ്തു. അതായത് ഏകദേശം 400 MCQs ചെയ്ത് കാണും. 71 മോഡ്യൂൾസിൽ 40 മോഡ്യൂൾസ് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു തോട്ട് ഉണ്ട്, നമ്മൾ ഇന്നും കൂടി ഇരുന്ന് ബാക്കി എല്ലാ മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്താൽ പാത്തോളജി അത്യാവശ്യം അറിയില്ലേ, നോട്ട്സ് ഒന്നും വായിച്ച് റിവൈസ് ചെയ്യേണ്ട, ഡയറക്റ്റ്ലി ടെസ്റ്റിന് പോയാൽ മതിയെന്ന്. അങ്ങനെ ഒരു ടെൻഡൻസി എനിക്കുണ്ട്. ഇതിന് ഫോമോ എന്നാ പറയുക. പക്ഷേ ഇതിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത പാറ്റേൺ ആണ്. ടെസ്റ്റ് ഇല്ലാത്ത ദിവസം മാക്സിമം MCQs ചെയ്യും. ഡെഡ് ലൈൻ വെച്ചിട്ട് തന്നെ ചെയ്യും. അതാകുമ്പോൾ കൂടുതൽ ചെയ്യാൻ മോട്ടിവേഷൻ ഉണ്ടാവും. ടെസ്റ്റ് ഉള്ള ദിവസം രാവിലെ നോട്ട്സ് എന്തായാലും റിവൈസ് ചെയ്യും. ബിക്കോസ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും റിവൈസ് ചെയ്തിട്ട് ടെസ്റ്റ് കൊടുക്കുന്നത് തന്നെയാണ്. അറിയുന്ന കാര്യം നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ടെസ്റ്റിന് നമ്മൾ ഇത് അറിയാം പക്ഷെ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു സെക്ഷൻസ് വന്നാൽ ഡെഫിനറ്റ്ലി എൻ്റെ റാങ്ക് ഡ്രോപ്പ് ആവും. സോ നമ്മൾ ഫോമും ഒക്കെ മാറ്റി വെച്ച് നമ്മൾ തീരുമാനിച്ച പാറ്റേണിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ ഏകദേശം 9:30 ആവാറായി. എനിക്കറിയത്തില്ല, എനിക്ക് രാവിലെ എണീക്കാനൊന്നും പറ്റുന്നില്ല. ബട്ട് ഉണർന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതന്നെ മതി. എത്ര ഫോഴ്സ് ചെയ്ത് എനിക്കിങ്ങനെ ഞാനൊക്കെ നീറ്റ് UGയിൽ അത്ര സ്ട്രെസ്സിലൊന്നും പോയിട്ടില്ല. പക്ഷെ നീറ്റ് UGൻ്റെ സ്ട്രെസ് അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ നിന്ന ഹോസ്റ്റലിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നു. ആ സമയത്ത് ഞാൻ എമറാൾഡ് എന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് അന്ന് CBSEൻ്റെ ഹൈ മാർക്സും പിന്നെ കഴിഞ്ഞ നീറ്റിൻ്റെ മാർക്സ് ഒക്കെ നോക്കിയിട്ടായിരുന്നു അവർ ആ ഹോസ്റ്റൽ അലോട്ട് ചെയ്തിരുന്നത്. അതായിരുന്നു ബ്രില്യൻ പാലയിലെ ഏറ്റവും നിയറസ്റ്റ്
ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാ പിള്ളേരും അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു. അങ്ങനെ വിചാരിച്ച എല്ലാവർക്കും റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈനലിൽ നീറ്റ് യുജിക്കും റാങ്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ നല്ല പെർഫോമൻസും വളരെ നല്ലതായിരുന്നു. സോ ഞാൻ അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരാളൊന്നും കണ്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ കഥകൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും കരഞ്ഞ് ഫോൺ വിളിക്കുക, എല്ലാ ദിവസവും കരയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഫോർ സം റീസൺ ഞാൻ എല്ലാ ദിവസവും കരയെങ്കിൽ ഞാൻ ആ റീസൺ ഒഴിവാക്കും. ഞാൻ അങ്ങനെ ഒരു ടൈപ്പാണ്. സോ അപ്പം ഞാൻ നീറ്റ് യുജിന്റെ സമയത്തും ഇത്ര സ്ട്രെസ്സിൽ പോയിട്ടില്ല. PGയിൽ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിങ്ങനെ ഉറക്കം 1-2 ദിവസമൊക്കെ ഒഴിയാന്നല്ലാതെ. പക്ഷേ ആക്ച്വലി ഇന്ന് ഞാൻ രാവിലെ 6 മണിക്ക് എണീച്ച് പഠിക്കാൻ വിചാരിച്ചിരുന്നു. ബിക്കോസ് പാത്തോളജി റിവൈസ് ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. ബട്ട് പറ്റിയില്ല. ആൻഡ് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ. നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ചെയ്താൽ മതി. എല്ലാ കാലവും ഇങ്ങനെ ഇപ്പം 3 വർഷത്തെ PG കഴിഞ്ഞാൽ അടുത്ത് എന്തെങ്കിലുമൊക്കെ എക്സാം ഉണ്ടാവും. ഓരോ എക്സാമിനും ഇങ്ങനെ ഓരോ വർഷം ഇടവിട്ട് സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ എന്താണ് സന്തോഷമുള്ളത്? സോ നമ്മളെ വലിയ സ്ട്രെസ്സിലൊന്നും പോവില്ല. നമ്മൾ പുഷ് ചെയ്യും. കാരണം ഇതൊക്കെ ഞാൻ 10 മണിക്കൂറൊന്നും ഉറങ്ങാവില്ല. 7 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. 7 മണിക്കൂർ ഉറങ്ങിയാൽ ബാക്കി ഉണ്ടല്ലോ 15 മണിക്കൂർ ബാക്കി. 17 മണിക്കൂർ ബാക്കിയുണ്ട്. ആ 17 മണിക്കൂറിൽ നന്നായിട്ട് പഠിച്ചാൽ പോരെ. ദാറ്റ് ഈസ് സോ ഫൈൻ. ഞാനിങ്ങനെ ലെഷർ ടൈം സീരീസ് ഒന്നും കണ്ട ടൈം കളയുന്ന ആളൊന്നുമല്ല. പഠിക്കാൻ തുടങ്ങാം. ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഇത് എൻ്റെ 7 സിസ്റ്റം സിസ്റ്റം വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ ഇതിൽ ഒരു ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെഡിസിൻ ഉണ്ടാവും, പാത്ത് ഉണ്ടാവും, ഫാം ഉണ്ടാവും, ഫിസിയോളജി ഉണ്ടാവും. ലാസ്റ്റത്തെ ഒരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ടും കോൺസെപ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും ഞാൻ കൺസൈസ് ചെയ്തതാണ്. പക്ഷെ ഇന്ന് പാത്തോളജി ടെസ്റ്റ് ആയതുകൊണ്ട് ഇതിൽ ഓരോ ബുക്കിലെ പാത്തോളജി സെക്ഷൻസ് മാത്രം ഞാൻ എടുത്ത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യും. നമ്മളെ ഫ്ലിപ്പ് ക്ലോക്കിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ YPT ഓൺ ആക്കും. YPT ഓൺ ചെയ്തിട്ട് നമ്മൾ എത്ര നേരം പഠിക്കുന്നുണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. YPTയിൽ ഞാൻ നോട്ട്സിൻ്റെ ടൈമർ ഓൺ ചെയ്യുകയാണ്. ഇതാണ് ഞാൻ. ഇത് ഞാൻ അറിയുന്ന ആരെയിലുണ്ടോ? ഇവരാരും എണീച്ച് പഠിക്കാൻ തുടങ്ങിയില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഗ്രൂപ്പിൽ നോക്കാം. അമ്മു ഉണ്ട്. അമ്മു ഏകദേശം ഒരു 2 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഇവിടെയാണ് ഞാനുള്ളത്. ഓക്കെ, ബൈ കാണാം. ഓക്കെ, ഞാൻ ഏകദേശം 3 മണിക്കൂർ എടുത്തിട്ട് ജനറൽ പാത്തോളജി, റീപ്രൊഡക്റ്റീവ് പാത്തോളജി, പിന്നെ ബോണിൻ്റെ പാത്തോളജി, ബോൺ, സ്കിൻ ആൻഡ് ബ്രസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഏകദേശം 12:30 ഞാൻ ഇനി ഒരു 3 മണി വരെ പഠിക്കുമായിരിക്കും. സോ 2.5 മണിക്കൂർ ബാക്കി. 2.5 മണിക്കൂറിൽ ഇനി ഹെമറ്റോളജിയും എല്ലാ സിസ്റ്റത്തിൻ്റെ പാത്തോളജിയും കംപ്ലീറ്റ് ചെയ്യണം. ഒരു 1 അവറിൽ ഞാൻ ഹെമറ്റോപാത്ത് കംപ്ലീറ്റ് ചെയ്യും. ദെൻ നമുക്ക് നോക്കാം. ബാക്കി 1.5 മണിക്കൂർ കൊണ്ട് എല്ലാ സിസ്റ്റംസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓടിച്ചു വിട്ടെങ്കിൽ നമുക്ക് ഓടിച്ചു വിടാം. നോക്കാം. ഓക്കെ, കുറച്ച് മുന്നേ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ടെസ്റ്റ് എഴുതാം, അത് കഴിഞ്ഞ് ടെസ്റ്റ് എഴുതാമെന്നൊക്കെ പറഞ്ഞ ഞാൻ നേരത്തെ ജനറൽ പാത്തോളജി ആയിട്ട് ഞാനൊന്നും പഠിച്ചില്ല. ഓ ഗോഡ്, ലിറ്ററലി ഒന്നും പഠിച്ചില്ല. ഞാൻ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്തു, ഫുഡ് കഴിക്കാൻ പോയി, അങ്ങനെ അങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആയി. ഇപ്പം എൻ്റെ പാത്തോളജിയിലെ നോളജ് ഇപ്പം ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ ആയി ചെയ്ത MCQ, പിന്നെ നീറ്റിന് മുന്നേ എന്തൊക്കെയോ റിവൈസ് ചെയ്തതും. സോ എന്തായാലും ഞാൻ പറയുന്ന പോലെ 3 മണിയായി, 3:10 ഞാനിനി ടെസ്റ്റ് കൊടുക്കാം. ആക്ച്വലി ഇങ്ങനത്തെ കുറച്ച് ഡേയ്സ് ഉണ്ടാവും, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കാത്ത ഡേയ്സ്, ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇന്നത്തെ ടെസ്റ്റിൻ്റെ ബാഡ് റിസൾട്ട് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. സോ ബൈ. നമ്മൾ കാത്തിരുന്ന പാത്തോളജി ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ഇപ്പോൾ ഓൾറെഡി ലൈവിലാണ്. എന്ത് വന്നാലും എത്ര പഠിച്ചില്ലെങ്കിലും ടെസ്റ്റിന് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്ന് ഈ തവണ തീരുമാനിച്ചതാണ്. സോ ഇൻ കേസ് നമുക്കറിയാതെ എങ്ങനെയെങ്കിലും നല്ല റാങ്ക് കിട്ടിയാൽ ജൂനിയേഴ്സിനോട് പറയണ്ടേ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരുന്നു, അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്ന്. സോ നമ്മൾ ടെസ്റ്റ് കൊടുക്കാൻ പോകണം. പോരട്ടെ, സ്റ്റാർട്ട് ടെസ്റ്റ്. ഓക്കെ, ബൈ. ടെസ്റ്റ് കഴിഞ്ഞു. റിവിഷൻ ഇല്ലാത്തത് കൊണ്ടുള്ള കുഴപ്പം ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തത്ര ഇല്ല. എനിക്ക് അത്യാവശ്യം റിക്കലക്ട് ചെയ്യാൻ പറ്റി. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. എത്ര ഉത്തരം തെറ്റാ ശരിയാന്നൊക്കെ നോക്കാം. ഞാനിപ്പം 69 എഴുതി, 1 ഞാൻ വിട്ടു. ഓക്കെ, 48 ശരി, 21 തെറ്റെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതെന്താണെന്നറിയില്ല, മേ ബി അധികം സില്ലി മിസ്റ്റേക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ എറർ ആയിരിക്കും. നമുക്ക് നോക്കാം. റാങ്ക് വന്നു. റാങ്ക് എത്രയാന്ന് നോക്കാം. 33. റാങ്കൊക്കെ നല്ല റാങ്ക് കേട്ടോ. ഞാൻ ഐ എം ഹാപ്പി. ഓക്കെ, ഞാൻ റാങ്കിൽ ഹാപ്പി ആയിരുന്നു. ഞാൻ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ചത് സില്ലി മിസ്റ്റേക്സ് അല്ല. സില്ലി മിസ്റ്റേക്സ് ഞാൻ എങ്ങനെയും ഇമ്പ്രൂവ് ചെയ്തേനെ. ഒരുപാട് കോൺസെപ്റ്റ്സ് ശരിക്കും മനസ്സിലാക്കാൻ ബാക്കിയുണ്ട്. ഓപ്ഷൻസ് കാണുമ്പം കോൺസെപ്റ്റ്സ് തെറ്റിപ്പോകാനുള്ള ഒരു ചാൻസ് ഇപ്പം ഈ പേപ്പർ ലുക്ക്ഡ് വെരി ഈസി, പക്ഷെ ഇപ്പം ഒന്നും പേപ്പർ ഭയങ്കര ട്രിക്കിയും ടഫും ആയിരുന്നു. കുറേ പുതിയ ഇൻഫോർമേഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത പോലെ
എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ടൈമില്ല കേട്ടോ, ബിക്കോസ് ഞാൻ പാത്ത് ഇന്ന് വിടും. ഈവൻ തോ പാത്ത് ഇനിസെറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ബാക്കി കുറേ സബ്ജക്ട്സ് ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്ത് ചിലപ്പം റിവൈസ് ചെയ്തേക്കാം. ഇനി എനിക്ക് റിവിഷനെ പറ്റൂ, നോ ന്യൂ ഇൻഫോർമേഷൻ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇനി എക്സാമിന് നോക്കാം. സോ ഇത് കഴിഞ്ഞ് ഞാൻ ഇനി ഡിസ്കഷൻ കേൾക്കും. ഡിസ്കഷൻ കേട്ടിട്ട് എൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് തെറ്റ്, എവിടെയൊക്കെയാണ് നോളജ് ഇൻക്രീസ് ചെയ്യേണ്ടത് ഇന്ന് മാത്രം നോക്കും. ഇന്ന് അത്യാവശ്യം നല്ല അത് ഒട്ടും പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നില്ല. ഞാൻ ആദ്യത്തെ ഒരു 3 മണിക്കൂർ പഠിച്ച് പിന്നെ ഇവൻ എക്സാം മുന്നിലുണ്ടെങ്കിലും അതൊന്നും മോട്ടിവേറ്റ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടോട്ടലി ഒരു 5-6 hours മാത്രമേ പഠിച്ചുള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് കഴിഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ മോട്ടിവേഷൻ ഇല്ല വീഡിയോ ഇടാൻ. സോ പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആരാ ഇത് കാണുന്നതെന്ന്. നീറ്റ് യു ജി കുട്ടികളെ ഒരുപാട് കാണുന്നെങ്കിൽ ഞാൻ നീറ്റ് യു ജിൻ്റെ കുറേ കാര്യങ്ങൾ പറയാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ടും. അല്ല നീറ്റ് പി ജി ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഞാനിപ്പം കോർ കണ്ടൻസിനെ പറ്റിയിട്ട്, ഇപ്പം നീറ്റ് പി ജി കണ്ടൻസിനെ പറ്റി പറയാത്തത് വേറെ ആർക്കും ഇത് കേട്ടാൽ മനസ്സിലാവില്ല. സോ എനിക്ക് ഓഡിയൻസ് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡെപ്തിൽ നീറ്റ് പി ജി പ്രിപ്പറേഷനെ പറ്റി പറയണം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇൻ കേസ് UPSC ഒക്കെ ആണെങ്കിൽ അങ്ങനെ പറയും. ഞാൻ കുറേ സ്റ്റഡി സ്ട്രാറ്റജീസ് ഞാൻ ഫോളോ ചെയ്യുന്നത്, എനിക്ക് എഫക്റ്റീവായിട്ട് എന്താ തോന്നിയത് അത് ഞാൻ ഇടാം. സോ എന്തായാലും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ആരാന്ന് കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.